ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവുമായി ഈ ഉച്ചകഴിഞ്ഞ സമയം ഇവിടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനുവേണ്ടി അവസരം ഒരുക്കി തന്ന ഈ യൂട്യൂബ് ചാനലിലെ അംഗങ്ങൾ, അപ്പോൾ തന്നെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവുള്ള വന്ദനം അർപ്പിച്ചുകൊള്ളുന്നു. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അനുഭവത്തിൽ വരുമെന്ന് സ്വപ്നത്തിൽ ചിന്തിച്ച ഒരാളല്ല ഞാന്. കാര്യം ഒരു വാക്ക് സ്ഫുടമായി സംസാരിപ്പാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ജെറോം ഡാനിയൽ എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയ്ക്കടുത്ത് കുന്നത്തൂർ തുരുത്തിക്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ മാതാപിതാക്കൾക്ക് ആദിജാതനായി ജനിച്ചു. ഞങ്ങളുടെ വീട്ടിൽ 3 മക്കളാണ്. ഞാനാണ് മൂത്ത ആള്. ബാക്കി ഒരു പെണ്ണും 2 ആണും മാതാപിതാക്കളും. അങ്ങനെ കൊച്ചു കുടുംബം. എൻ്റെ മാതാപിതാക്കൾ കത്തോലിക്ക ആ പശ്ചാത്തലത്തിലാണ് എൻ്റെ മാതാപിതാക്കൾ ആയിരിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ അമ്മ വിവാഹം കഴിഞ്ഞ ശേഷം ദീർഘനാൾ മക്കളില്ലാതെ മക്കളില്ലാത്ത സഹോദരിമാരോട് ചോദിച്ചാൽ അവർ പറയും, ആ നിന്ദകൾ പരിഹാസങ്ങൾ ഒക്കെ അവർ പറയും. എൻ്റെ അമ്മ അങ്ങനെ ഒത്തിരി വേദന തിന്ന ഒരാളാണ്. ആ സമയം തന്നെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. കേരളക്കരയിലെ പേരെടുക്കപ്പെട്ട പള്ളിയാണ് മലയാറ്റൂർ പള്ളി. ആ പള്ളിയിൽ ഒരു ഭക്തനായിരുന്നു എൻ്റെ പിതാവ്. എല്ലാ വർഷവും മുടങ്ങാതെ ആ പള്ളിയിൽ പോകുമായിരുന്നു. യഹോവയുടെ പുസ്തകത്തിരിക്കുന്ന മക്കൾ യഹോവ തരുന്ന ദാനം, പ്രതിഫലം, അവകാശം. ദൈവത്തിന് എന്നോട് കൃപ തോന്നി. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ദീർഘനാളിന് ശേഷം സർവശക്തിയുള്ള ദൈവം എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ കൊടുത്തു. എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ഞാനൊരു നേർച്ചപുത്രനാണ്. കാര്യം ഞാൻ ജനിച്ചു കഴിഞ്ഞ ശേഷം ദീർഘനാൾ എല്ലാ വർഷവും പുറന്നാളിന് എൻ്റെ വീട്ടിൽ വലിയ ആഘോഷമാണ്. വലിയ സദ്യയും, പള്ളിയിലെ ഇടവയിൽപ്പെട്ട ആൾക്കാരും നാട്ടിൽപ്പെട്ട ആൾക്കാരും എല്ലാം എൻ്റെ വീട്ടിൽ കടന്നു വരും. വലിയ സദ്യയും വളരെ ക്രമീകരണങ്ങളാണ്. എൻ്റെ ഇളയത് 3 പേരുണ്ട്. അവർക്ക് ആർക്കും അങ്ങനെ ഒരു ക്രമീകരണങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ കൂട്ടുകെട്ടിൽ പിടിക്കപ്പെടുവാനിടയായി. മദ്യത്തിന്റെ രുചി ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ നാട്ടിൽ പറ്റി. പുകവലി, മറ്റു ലഹരി വസ്തുക്കൾക്കൊക്കെ ഞാൻ അഡിക്റ്റായിരുന്നു. അപ്പോൾ തന്നെ കൂട്ടുകെട്ടിൽ പിടിക്കപ്പെട്ടു. രാത്രിയിൽ സിനിമ കാണാനൊക്കെ മാതാപിതാക്കൾ അറിയാതെ അങ്ങനെ കടന്നു പോകും. മറ്റനേക തെറ്റായ ഒത്തിരി ദോഷവശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ പോക്കും വരവൊക്കെ കണ്ടിട്ട് എൻ്റെ മാതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കാലമാടൻ ജനിക്കാതിരുന്നെങ്കിൽ തലയിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ ശപിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ എൻ്റെ വീട് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കഴിക്കാനോ കുടിക്കാനോ കിടക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, ജീവിതത്തിൽ സമാധാനം സന്തോഷമില്ല. അങ്ങനെ പോയ ആ പോക്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എൻ്റെ പിതാവ് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ തിരക്കാനിടയായി. ഞങ്ങളുടെ അടുത്ത സ്ഥലമാണ്, ഭരണിക്കാവ് എന്ന് പറയും. ഭരണിക്കാവ്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഹോട്ടലിൽ ഞാൻ ഇറങ്ങി ഭക്ഷണം കഴിച്ച് കൈ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ബസ്സിൽ കടന്നു വന്ന എൻ്റെ പിതാവ് എന്നെ കണ്ടു. ബസ്സിൽ നിറങ്ങി ഓടി വന്ന് എന്നെ പിടിച്ചു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി. ഞാൻ ആ ഇറങ്ങിപ്പോകുന്ന മുമ്പ് വരെ മാതാവ് പിതാവ് വളരെ ശക്തമായി മർദ്ദിക്കുവാൻ, എന്ത് കുറ്റം കണ്ടാലും എന്നെ വളരെ മർദ്ദിക്കുവാനും അടിക്കുമായിരുന്നു. കൈയൊക്കെ കെട്ടിയിട്ട്, മരത്തിൽ കെട്ടിയിട്ട്, കുട്ടിനിക്കറാണല്ലോ ഇട്ടിരിക്കുന്നത്, എന്നെ കെട്ടിയിട്ട് അടിക്കുമായിരുന്നു. ഈ അടിയൊന്നും, ഈ ഉപദ്രവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നില്ല. വീണ്ടും തെറ്റായ മാർഗത്തിലേക്ക്, കൂട്ടുകെട്ടിലേക്ക്, മറ്റനേക തെറ്റായ മോശമായ വഴിയിലേക്ക് നീങ്ങുവാനിടയായി. 1990 പത്തനംതിട്ട ജില്ല
അടൂരിന് തെക്കുവശം കടമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനടുത്ത സ്ഥലമാണ് നിലയ്ക്കമോൾ. അവിടെ ഒരു 4 ദിവസം കൺവെൻഷൻ നടക്കുകയാണ്. ബെന്തക്കോസ് ചർച്ചിൽ, ന്യൂ ഇന്ത്യ ബെന്തക്കോസ് ചർച്ചിൽ 4 ദിവസം കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷൻ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യാനായി ഞാൻ പോവുകയാണ്. ഉള്ള സമയം ഈ പരിപാടികളൊക്കെ പഠിച്ചു. അങ്ങനെ അവിടെ 4 ദിവസം കൺവെൻഷന്റെ അവസാനത്തെ ദിവസം, 5ാമത്തെ ദിവസം സ്നാന ശുശ്രൂഷയുണ്ട്. സ്നാനം. ചെറുപ്രായത്തിൽ തന്നെ മാമോദിസ ഏൽക്കപ്പെട്ട ആളാണ് ഞാൻ. കുംഭസാരത്തിൽ പങ്കുചേർന്ന ആളാണ് ഞാൻ. എന്നാൽ അന്ന് പകൽ നടക്കുന്ന സ്നാന ശുശ്രൂഷ, ബെന്തക്കോസുകാരുടെ സ്നാന ശുശ്രൂഷ ഇതെന്താണ്? കരക്കവെള്ളത്തിൽ മുങ്ങുന്നത് എന്താണ്? ഒന്ന് കാണാൻ, കണ്ട് രസിക്കാൻ വേണ്ടി പോയ ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അന്ന് പകൽ അവരുടെ കൂടെ കല്ലടയാറ്റിന്റെ തീരത്ത് സ്നാനം കാണാൻ ഞാൻ കടന്നുപോയി. സ്നാനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സ്നാന ശുശ്രൂഷ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ. ഏകദേശം 10 പേര് സ്നാനപ്പെടാനുണ്ട്. 10 പേര്. ന്യൂ ഇന്ത്യ ചർച്ചിന്റെ പ്രസിഡന്റാണ് ആ സ്നാന ശുശ്രൂഷ നടത്തുന്നത്. ആ ശുശ്രൂഷ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, തീരത്ത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിലൊരു ചിന്ത, ആ സ്നാനക്കടവിൽ നിന്ന് പോകണം, അവിടെ നിൽക്കണ്ട. പോകണമെന്ന് മനസ്സുണ്ടെങ്കിലും പോകാൻ കഴിയുന്നില്ല. എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ വളയത്തിൽ അകപ്പെട്ടതുപോലെ പോകണമെന്ന് ആഗ്രഹം കൊണ്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ശുശ്രൂഷ കണ്ടു നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ബ്രദർ ജെറോം, ഇതാണ് നിനക്ക് അവസരം, സ്നാനപ്പെടാനുള്ള അവസരം. സ്നാനം എന്തിനാണ്? മുഴുവൻ സ്നാനം എന്തിനാണ്? യേശുക്രിസ്തു കാണിച്ച മാതൃക സ്നാനം എന്തിനാണ്? സ്നാനപ്പെട്ടാലുള്ള ഗുണമെന്താണ്? സ്നാനപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ്? ഇതൊന്നും നമുക്കറിയില്ല. കൂട്ടുകാരുടെ കൂടെ കളിച്ച് വായു വരുന്നതൊക്കെ പറഞ്ഞ് പുകയൊക്കെ വലിച്ച് ലഹരിയൊക്കെ കഴിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയമല്ലേ. ആ വന്ന ചെറുപ്പക്കാരൻ ഞാൻ കളിയാക്കുവാനിടയായി. ആ സ്നാനക്കടവിൽ വെച്ച് കളിയാക്കുവാനിടയായി, പരിഹസിക്കുവാനിടയായി. വേറെ ജോലിയില്ലേ? ഇത് വേറെ ആരോടെങ്കിലും ചെന്ന് പറ, ഈ പണി ഇങ്ങോട്ട് വേണ്ട. ആരാ? കത്തോലിക്കക്കാരനോടാ പറയുന്നത്. കത്തോലിക്കക്കാരൻ തിരിച്ചങ്ങോട്ട് മറുപടി പറയുന്നത്, ഈ പണി ഇങ്ങോട്ട് വേണ്ട, ഇവിടെ പാസ്സാകത്തില്ല, പോ, നിന്റെ പാട്ടിന് പോ. പരിഹസിക്കാനിടയായി. ആ ചെറുപ്പക്കാരൻ വളരെ വേദനയോട് ദൂരെ ചെന്നു, മുഖത്തിന് വാട്ടമായി തല കുനിച്ച് താനിങ്ങനെ വിഷമത്തോട് നിൽക്കുകയാണ്. വിഷമത്തോട് നിൽക്കുമ്പോൾ 2ാം പ്രാവശ്യം ആ മനുഷ്യനെ ദൈവം ഇടപെട്ടു. നീ ചെല്ലണം, ബ്രദർ ജെറോമിന്റെ അടുക്കൽ ചെല്ലണം, നീ പറയണം, ഇനി നിന്റെ മുന്നിൽ സമയമില്ല, ഇതാണ് അവസരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടത്, ജനിച്ചപ്പോൾ തന്നെ ഞാൻ രോഗിയായിരുന്നു. എൻ്റെ അപ്പച്ചൻ കൃഷിക്കാരനാണ്. ഞാൻ കേട്ടതാണ്, അപ്പച്ചന് ഓരോ വീട്ടിൽ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് വൈകിട്ടല്ലേ ശമ്പളം മേടിക്കുന്നത്. എൻ്റെ അമ്മ അതാ ഉച്ചയാകുമ്പോൾ ശമ്പളം മേടിക്കാൻ ചെല്ലും, എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ. സ്തോത്രം. എന്നാൽ ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കലേക്ക് വീണ്ടും മടങ്ങി വന്നു. ആദ്യം വന്നതുപോലെ അല്ല. തൻ്റെ വാക്കിന് വലിയ ഖനമായിരുന്നു, വലിയ പവറായിരുന്നു. ആദ്യത്തെ വാക്കിൽ ഞാൻ ആ മനുഷ്യനെ കളിയാക്കിയെങ്കിൽ, പരിഹസിച്ചെങ്കിൽ, ആട്ടിയ മനുഷ്യനെ ഓടിച്ചെങ്കിൽ, 2ാമത്തെ വാക്ക് വലിയ ഖനമായിരുന്നു. 2ാമത്തെ വാക്കിൽ എനിക്ക് പ്രതികരണ ശക്തി ക്ഷയിച്ചു പോയി. വാ തുറക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിന്റെ മുമ്പിൽ അവസരം, ഇനി നിന്റെ മുമ്പിൽ അവസരമില്ല, ടൈമില്ല. ഒരു അധികാരത്തിന്റെ പവറോടുള്ള വാക്കായിരുന്നു. ആ വാക്കിന്റെ മുമ്പിൽ കല്ലടയാറ്റിന്റെ തീരത്ത് യേശുക്രിസ്തു ആരാണ്? ബെന്തക്കോസുകാരുടെ സ്നാനം എന്താണ്? സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ദോഷം എന്താണ്? പിന്തിരിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ്?
സ്നാനപ്പെട്ടാൽ ഉണ്ടാകുന്ന അനുഗ്രഹം എന്താണ്? ഇതൊന്നും നമുക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആ ചെറുപ്പക്കാരന്റെ വാക്കിന് മുമ്പിൽ പ്രതികരണ ശക്തി ക്ഷയിച്ച ആ മനുഷ്യന്റെ മുമ്പിൽ ആറ്റിന്റെ തീരത്ത് വെച്ച് വലിയ ജനസമൂഹത്തിന്റെ മധ്യയിൽ വെച്ച് തല ഞാൻ പിടിച്ചു. ദൈവശബ്ദമാണെന്ന് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ. പ്രതികരണ ശക്തി ക്ഷയിച്ചു പോയ, ഒരു വാക്കുമിണ്ടാൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ ആ പ്രിയപ്പെട്ട ദൈവദാസന്റെ മുമ്പിൽ എന്റെ തല കുനിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ യേശുക്രിസ്തു കാണിച്ച മാതൃക ഞാൻ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പെട്ടെന്ന് ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്ന ആശാരി കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന PK സോമൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ്, ശുശ്രൂഷകൻ. അദ്ദേഹത്തിന് അടുക്കൽ ഓടിച്ചെല്ലുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ മൈക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ കടന്നു വന്ന ബ്രദർ ജെറോം സ്നാനപ്പെടാൻ തയ്യാറാകുന്നു. അന്ന് പകൽ സ്നാനത്തിന്റെ ശുശ്രൂഷ ഉണ്ട്, ക്ലാസ് അവിടെ ഉണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാളല്ല ഞാൻ, ഓർക്കണം, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാളല്ല ഞാൻ. ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ വാക്ക് ആ പ്രിയപ്പെട്ടവൻ ഓടി PK സോമൻ എന്ന് പറഞ്ഞ പാസ്റ്റർ അടുക്കൽ ചെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നിമിഷം കൊണ്ട് ബ്രദർ ജെറോം മൈക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ കടന്നു വന്ന ജെറോം സ്നാനപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ജനം കരയാൻ തുടങ്ങി. എന്നെ അറിയാവുന്ന ആൾക്കാരാണ്. ഒരു കൂട്ടം ജനം ആത്മാവിൽ നിറയാൻ തുടങ്ങി. അപ്പോഴേ 10 പേരെ അതിന്റെ പ്രസിഡന്റ് സ്നാനപ്പെടുത്തി, വെള്ളത്തിൽ മുക്കി പൊക്കി കരക്കി കയറ്റി. ഇനി ആരെങ്കിലും ഉണ്ടോ, സ്നാനപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വെള്ളത്തിൽ നിന്ന് സ്നാപകൻ ചോദിക്കുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രം മാത്രം മാറി കൊടുക്കാനില്ല. വസ്ത്രം നനഞ്ഞു പോകുമല്ലോ, മാറി കൊടുക്കാനില്ല. മാറി കൊടുക്കാൻ എങ്ങനെയാ? ഇതൊന്നും ചിന്തിക്കാൻ എന്റെ മൈൻഡിനെ, എന്റെ തലച്ചോറിനെ ദൈവം അനുവദിച്ചില്ല. യഹോവയുടെ പുസ്തകത്തിരിക്കുന്നു, മുമ്പും പിമ്പും അടച്ചു. ഒരു മനുഷ്യന്റെ ബുദ്ധിയെ പോലും ദൈവം തടഞ്ഞു വെക്കും. മുമ്പോട്ടോ പുറമോട്ടോ ചിന്തിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇട്ടിരുന്ന വസ്ത്രം നനഞ്ഞാൽ മാറി കൊടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നെങ്കിൽ സ്നാന ശുശ്രൂഷ ഞാൻ മാറ്റിവെക്കുമായിരുന്നു. മാറ്റിവെച്ചായിരുന്നെങ്കിൽ എന്നെ കിട്ടത്തില്ലായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. എന്നെ കിട്ടത്തില്ലായിരുന്നു. സർവശക്തിയുള്ള ദൈവത്തിന് അറിയാം. ഇട്ട ചൂണ്ട അതുപോലെ തന്നെ കയറി കൊരുത്തു. ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചില്ല, സ്നാപകന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്നാപകൻ അവിടെ നിന്നുകൊണ്ട് പറയുക, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങിച്ചെല്ലുക ഞാൻ. സ്തോത്രം, ഇറങ്ങിച്ചെല്ലുക ഞാൻ. എന്റെ ഇറക്കിച്ചെല്ലം കണ്ട് ആ ദൈവദാസൻ അവിടെ നിന്ന് ഒരു 7 മിനിറ്റ് ഒരു പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ബ്രദർ ജെറോം, നീ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആരോടാ ചോദിക്കുക? കത്തോലിക്കക്കാരനോടാ ചോദിക്കുന്നേ? മാമോദീസ കേൾക്കപ്പെട്ടവനോടാ ചോദിക്കുന്നേ? കേരളക്കരയിൽ പേരെടുക്കപ്പെട്ട പള്ളികളെല്ലാം പോയി നടന്ന് ഓരോ വർഷവും അവനോടാ ചോദിക്കുന്നത്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? യേശുക്രിസ്തു കാണിച്ച മാതൃക പിൻപറ്റണം. പുസ്തകത ഇതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം, ഞാൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ, എൻ്റെ നാവിൽ ഈ വാക്ക് വന്നപ്പോൾ അദ്ദേഹം തൻ്റെ കൈക്കോട്ടിൽ ഒതുക്കി ആ കലങ്ങി മറിഞ്ഞു വരുന്ന കല്ലടയാറ്റിൽ, വെള്ളം കലങ്ങി മറിഞ്ഞു വരികയല്ലേ, ആ കല്ലടയാറ്റിൽ എന്നെ പിടിച്ചു മുക്കി. എന്റെ വീട്ടിൽ ഉണ്ണിയേശുവിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. തടിയിൽ കൊത്തിവെച്ച യേശുക്രിസ്തുവിന്റെ രൂപം എന്റെ വീട്ടിലുണ്ട്. മണ്ണുകൊണ്ട് പണിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ രൂപമുണ്ട്. എല്ലാ വർഷവും ക്രിസ്മസ് സമയമാകുമ്പോൾ പുൽക്കൂടൊക്കെ പണിഞ്ഞ ഉണ്ണിയേശുവിനെ വെച്ച് എന്തൊരു ആഘോഷമാണെന്നറിയാമോ? അങ്ങനെ നടന്ന എന്റെ ജീവിതം അദ്ദേഹം വെള്ളത്തിലേക്ക് പിടിച്ചെന്നെ മുക്കുമ്പോൾ സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം എനിക്ക് ഇന്നും വിവരിക്കാൻ പറ്റില്ല. സൂര്യന്റെ മുഖത്ത് ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ? സൂര്യനെ വെല്ലുന്നൊരു തേജസ്.
ഞാൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ടവരായി 3 ആണിമേൽ തൂക്കപ്പെട്ട് കിടക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഞാൻ ആ പ്രകാശത്തിൽ കാണുന്നത്. ആ പ്രകാശത്തിൽ കാണുന്നത്. എന്റെ മനസ്സ് വലിയ കട്ടിയുള്ള മനസ്സാണ്. ഏത് രാത്രിയിലും ഏത് പകലും എവിടെ പോകുവാനും എന്ത് ചെയ്യാനും എന്ത് പറയാനും എന്ത് പ്രവർത്തിക്കാനും കരുത്തുള്ള മനുഷ്യനായിരുന്നു ഞാൻ. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ച് സ്കൂൾ ജീവിതത്തിൽ SFIയുടെ ആകുന്ന കൊടിയും പിടിച്ച് സമരം വിളിച്ചു നടന്നൊരു മനുഷ്യനായിരുന്നു ഞാന്. എന്നാൽ ഈ കാഴ്ചപ്പാട് കണ്ടപ്പോൾ വെള്ളത്തിൽ മുങ്ങി സൂര്യനെ വെല്ലുന്ന പ്രകാശം അതിൽ ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു. വെള്ളത്തിൽ തന്നെ ഞാൻ പോക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. താങ്ങാൻ കഴിയുന്നില്ല, ഒതുക്കാൻ കഴിയുന്നില്ല, പൊട്ടിക്കരയുക. കരച്ചിലോടാണ് ഞാൻ ഓരോ ചുവട് വെച്ച് വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറിയത്. കരയിലേക്ക് കയറി വന്ന് അവിടെ നിൽക്കുന്ന പാസ്റ്റർമാരുടെ അടുക്കൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. വലിയ പ്രകാശം, അതിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടു. കരയുക. ഞാൻ എന്തിനാ എന്നോട് കരയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ കാഴ്ചയാണ് എന്റെ ഹൃദയത്തെ ഉടച്ചത്. ആ കാഴ്ചയാണ് എന്റെ ജീവിതത്തെ പാടെ മറിച്ചത്. സ്തോത്രം. എന്നോട് പറയേ, നീ ക്രൂശീകരണം കണ്ടെങ്കിൽ മോനെ കഷ്ടതയുടെ മാർഗമാ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നീ കണ്ടെങ്കിൽ ഇത് കഷ്ടതയുടെ മാർഗമാണ്. ഇന്ന് പകൽ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ക്രൂശീകരണം കഷ്ടതയുടെ മാർഗമാ, അടിച്ചു പൊളിക്കുന്ന മാർഗമല്ല ഇത്. അന്ന് തുടങ്ങിയ കരച്ചിൽ, കല്ലടയാറ്റിൽ മുങ്ങിപ്പൊങ്ങി അന്ന് തുടങ്ങിയ കരച്ചിൽ ഇന്ന് എന്റെ കണ്ണിൽ നിന്ന് തീർന്നിട്ടില്ല. കണ്ണ് തുള്ളി തീർന്നിട്ടില്ല. മുട്ടുമടങ്ങുമ്പോൾ ഞാൻ അറിയാതെ കരയും. ഞാൻ കരയ്ക്ക് വന്നപ്പോൾ മറ്റൊരു സഹോദരൻ ഒരു തോർത്ത് തന്നു. വേറൊരാള്, എന്റെ അല്ല, വേറൊരാളുടെ ഒരു വെള്ളം കൊണ്ട് തന്നു. എന്റെ നനഞ്ഞ തുണിയല്ല, അവര് തന്നെ കഴുകി ഉണക്കി എനിക്ക് തന്നു. ഉച്ച കഴിഞ്ഞ് സ്വത്രം ഇതെല്ലാം പറക്കി കെട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുതലാളി, മൈക്ക് സെറ്റുകാരുടെ മുതലാളി വന്നു. അദ്ദേഹം വിശ്വാസിയാണ്. അദ്ദേഹം അറിഞ്ഞു ഞാൻ സ്നാനപ്പെട്ടു. അദ്ദേഹം PK സോമൻ പാസ്റ്റർക്ക് ചൂടായി. എന്റെ മൈക്ക് ഓപ്പറേറ്റുകാരനെ ആര് പറഞ്ഞടാ നീ മുക്കാൻ? വളരെ ശക്തമായി ചൂടായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയം മുതൽ പ്രേയർ അവിടെ ഉണ്ട്. പ്രാർത്ഥന ഇവിടെ ഉണ്ട്. അവിടെ പോകണം. കൂട്ടുകെട്ടുള്ള ബന്ധം മാറി. കഴിക്കണമെന്നില്ല, കുടിക്കണമെന്നില്ല, കിടക്കണമെന്നില്ല. പ്രാർത്ഥന. എവിടെ പ്രാർത്ഥന ഉണ്ടായാലും എന്ത് തിരക്കുണ്ടായാലും മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവാ. സ്വതം പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കുമ്പോഴേ പ്രാർത്ഥിക്കാൻ പറയും. ഉപദേശന്മാര് പറയും പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കും. എന്റെ വാക്കൊന്നും സ്ഫുടമല്ല. എന്റെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥന വാക്കുകൾ പലതും തെറ്റിപ്പോകുമ്പോൾ എന്റെ കൂടിയിരിക്കുന്ന പലരും കളിയാക്കും. എന്റെ വാക്ക് കേട്ടിട്ട് കളിയാക്കുമ്പോഴും കരച്ചില്ല. അപ്പോഴും കരച്ചില്ല. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, മോശയുടെ നാവിനെ തൊട്ടതുപോലെ ഞാൻ നിന്റെ നാവിനെ തൊടും. സ്തോത്രം. മോശയുടെ നാവിനെ തൊട്ടതുപോലെ നിന്റെ നാവിനെ തൊടും. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞു. ഞാൻ പറയാത്ത ഭാഷ പറയാൻ തുടങ്ങി. എന്റെ ജീവിതത്തിന്റെ ശൈലി, രീതി അവിടെ കൊണ്ട് മാറുകയാണ്. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു അകത്ത് ജനിച്ചാൽ, സ്തോത്രം, ഒരു കുഞ്ഞ് ജനിച്ചാൽ കരഞ്ഞില്ലെന്ന് സൂക്ഷിക്കണം. യേശു അകത്ത്
ജനിച്ചാൽ നമ്മുടെ ജീവിതം പാടെ മാറ്റിമറിക്കും. അനുഭവ സാക്ഷിയാണ് ഞാൻ. വലിയ കൂട്ടുകെട്ട്. രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ അപ്പച്ചനും അമ്മയൊക്കെ അടുത്ത റൂമിൽ ഉറങ്ങി കിടക്കുമ്പോഴേ പായിൽ തലോണ എടുത്ത് നേരെ എടുത്ത് വെക്കും, തുണി എടുത്ത് വിതയ്ക്കും, കഥ തുറന്നങ്ങ് പോകും. എങ്ങോട്ടാ പോകുന്നത് അത് ഞാനിപ്പം പറയുന്നില്ല. സ്തോത്രം. രാത്രി അതാ സിനിമ കാണാന് മറ്റു പല പരിപാടിക്കാൻ പോകുന്നത്. വീട്ടുകാർ നോക്കുമ്പോ പായിൽ ആള് കിടപ്പുണ്ട്. അങ്ങനെ ഓടി നടന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, മദ്യത്തിന് രുചി പറ്റിയതാണ്. പുകവലിയിൽ അഡിക്റ്റ് ആയിരുന്നു. ഒരുപാട് കൂട്ടുകെട്ട് ബന്ധമുണ്ടായിരുന്നു. യേശുക്രിസ്തു എന്റെ അകത്ത് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ ബന്ധമെല്ലാം മുറിച്ചു മാറി. സ്തോത്രം. വാതോരാത്ത അസഭ്യവാക്കി ഞാൻ പറയുമായിരുന്നു. എന്നാൽ എന്റെ അകത്തളത്തിൽ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം മാറ്റം ദൈവത്തിന്റെ ജീവിതത്തിൽ തന്നു. സ്തോത്രം. ഞാൻ ഓർപ്പിച്ചോളൂ, പ്രാർത്ഥന എവിടെ ഉണ്ട്? പ്രാർത്ഥന എവിടെ ഉണ്ട്? പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകാം. ഉറങ്ങിയില്ലെങ്കിലും വിഷയമില്ല, പ്രാർത്ഥിക്കണം. കഴിച്ചില്ലെങ്കിലും വിഷയമില്ല, പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. പലരും കളിയാക്കി, ഇതെന്തൊരു പ്രാർത്ഥനയാടാ ജെറോമേ, ഇതെന്തൊരു പ്രാർത്ഥനയാ, ഇങ്ങനെ വേണ്ട പ്രാർത്ഥന എന്നോട് പറഞ്ഞു, ഇങ്ങനെ വേണ്ട ആരാധന എന്നോട് പറഞ്ഞു. എനിക്ക് ഈ വാക്കുകളൊന്നും ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ. നടന്നു പോകുമ്പോൾ പ്രാർത്ഥന, ഇരിക്കുമ്പോൾ പ്രാർത്ഥന. സ്തോത്രം. ആ സമയങ്ങളിൽ ദൈവശബ്ദം എന്റെ കാതിൽ കേൾക്കുവാനിടയായി. സ്തോത്രം. അനേക കുടുംബങ്ങളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അനേക വ്യക്തികളോടുള്ള ദൈവശബ്ദം എന്നോട് ദൈവം ഇടപെടും. ഇന്ന വ്യക്തിക്ക് ഇന്നത് സംഭവിക്കാൻ പോവുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം വീടും കൂടും എല്ലാം വിട്ടിറങ്ങി. ഇറങ്ങേണ്ട സാഹചര്യം ഏറ്റുമുട്ടി. കാര്യം അന്ന് ദിവദാസന്മാർ പറഞ്ഞു, ഈ ക്രൂശിന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണ്. വിശപ്പറിയാത്ത ഞാന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇയലുപോലെ ഉറച്ചിട്ടുണ്ട്. കാര്യം വീടൊക്കെ വിട്ടങ്ങനെ പോയി. ഈ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു. കാര്യം സമുദായത്തിന് പേര് ദോഷം വരുത്തി. കത്തോലിക്ക സഭയ്ക്ക് നീ പേര് ദോഷം വരുത്തി, കുടുംബക്കാർക്ക് നീ പേര് ദോഷം വരുത്തി. ഇവിടെ നിന്നെ ഒക്കത്തില്ല, ഇറക്കി. ഒരു ഉടുപ്പും വേദപുസ്തകവുമായി എവിടെ കിടക്കണമെന്ന് അറിയാൻ കഴിയാതെ എന്റെ വീട്ടിൽ ഞാൻ അനേകം ദൈവമക്കളുടെ ഭവനത്തിൽ താമസിക്കുവാനിടയായി. പലരും അത്താഴം വിളമ്പി കഴിക്കാൻ നേരത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഒന്നും പറയത്തില്ല, വിശക്കുന്നുണ്ടെന്ന് പറയത്തില്ല, നോക്കിയിരിക്കും. സ്തോത്രം. കിണറ്റിലെ വെള്ളം കോരി കുടിച്ച് വയറ് നിറയ്ക്കും. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ എന്റെ കൈകാലുകൾ ഇങ്ങനെ ഇയലുപോലെ വിറച്ചിട്ടുണ്ട്. നടക്കാൻ കഴിയാതെ എന്റെ കാലുകൾ പേശി 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 നടക്കാൻ കഴിയാതെ ആയ അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ കെഞ്ചി. എവിടെ കിടന്നുറങ്ങും എന്ന് ഞാൻ ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടു. അങ്ങിരിക്കുന്ന സമയത്താണ് സ്തോത്രം, ഞങ്ങളുടെ നാട്ടിൽ വിശ്വാസിയായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഞാൻ അവിടെ ചെന്നു, പരിചയപ്പെട്ടു. അവര് എനിക്ക് അവിടെ കിടക്കാൻ താമസമൊരുക്കി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ശുശ്രൂഷൻ, ബെന്തക്കോസ്റ്റ് ചർച്ചിലെ ശുശ്രൂഷകൻ, മാങ്കൂട്ടത്തിലുള്ളതാണ്, പത്തനംതിട്ട ജില്ല മാങ്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെ താമസിച്ചു. അവിടെ താമസിക്കുമ്പോഴാണ് ഇന്ന് ലോകപ്രസിദ്ധനായിരിക്കുന്ന എബി എബ്രഹാം പത്തനാപുരം, അദ്ദേഹത്തിന്റെ പപ്പ സ്വതന്ത്രൻ എബ്രഹാം ചാക്കോ, ആ അപ്പച്ചൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടി. അങ്ങനെ കുറച്ചു നാള് എബിസാറിന്റെ ഭവനത്തിലായിരുന്നു. ആ പ്രിയപ്പെട്ട അഭിഷക്തനാണ് എബ്രഹാം ചാക്കോ പാസ്റ്റർ എന്നെ ബൈസ്കൂളിൽ കൊണ്ടാക്കിയത്. സ്തോത്രം. ബൈസ്കൂളിൽ ആയിരിക്കുമ്പോൾ പല കുഞ്ഞുങ്ങളെ ലീവ് ആകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് സഹോദരങ്ങള് വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പലരും അവരുടെ വീട്ടിലേക്ക് പോകും. ഞാൻ അങ്ങോട്ടാ പോകാൻ. സ്തോത്രം. അവിടെ ഒരു ചെറിയ റൂമുണ്ട്. ആ റൂമിൽ ഞാൻ കരയും.
പോഷനെ പോലെടുത്ത് കരയും. എങ്ങോട്ട് പോകണം? വിശപ്പറിയാത്ത, ദാഹമറിയാത്ത, കിടക്കാൻ പാർപ്പിടമുള്ള എന്റെ ജീവിതം ദൈവമേ നിന്നെ കണ്ടത് നിമിത്തമാണല്ലോ ഈ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആ റൂമിനകത്തുനിന്ന് കരയും. ചില സമയത്ത് എബിസാറ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ പപ്പ എബ്രഹാം ചാക്കോ പാസ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്, ഹൈസ്കൂൾ ക്ലാസ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ കാശില്ല. ആരാ കാശ് തരാൻ? അകത്തൊരു വിശ്വാസം, സർവശക്തിയുള്ള ദൈവം കാശ് തരും. അപ്പൊ ഡീന്റെ മോളുടെ കൊച്ചുമോളുണ്ട്, കൊച്ചുകുഞ്ഞ്. ഞാന് രാവിലെ കുളിച്ചു, ഡ്രസ് ചെയ്തു. അപ്പൊ അവിടുത്തെ ആന്റി പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാവേ. ഞാൻ ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കുഞ്ഞ്, ഈ പൊടിക്കുഞ്ഞ് ഈ അമ്മച്ചി അടുത്ത് നിൽക്കുക. വാക്കുകളൊന്നും സ്ഫുടമായി പറയാൻ പറ്റത്തില്ല. പൊടിക്കുഞ്ഞല്ലേ. അമ്മച്ചിയുടെ ശരീരത്തിൽ അടിച്ചിട്ട് പറയാ, അങ്കിളിന് വണ്ടിക്കൂലിയില്ല, പ്രാർത്ഥനയ്ക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല. വിലയാമിന്റെ കഴുത സംസാരിച്ചതുപോലെ കുഞ്ഞിന്റെ നാവിൽ കൂടെ ദൈവം സംസാരിച്ചു, വണ്ടിക്കൂലിയില്ല. ആ ആന്റി ഓടി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവനെ കാശില്ലയോ, വണ്ടിക്കൂലി ഇല്ലയോ? ഞാൻ പറഞ്ഞു വണ്ടിക്കൂലിയില്ല, എന്റെ അകത്തളത്തിൽ വിശ്വാസം, ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും. സ്വതന്ത്രം. ദൈവം അങ്ങനെ ഓരോ പടി ദൈവം എന്നെ നടത്താൻ കഴിയായി. അവിടെ അടുത്തൊരു വലിയ മലയുണ്ട്, വലിയ മല. ഞാൻ ആ മലയിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. നല്ല ശബ്ദവും നിശ്ചല ശബ്ദം, മറ്റു ശബ്ദങ്ങളൊന്നുമില്ല, ശബ്ദ സ്വരമുള്ള വളരെ ശാന്തമായ ഒരു ഏരിയയാണ്. ഞാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും. ആ മലയിൽ ആരുമില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ച് ഞാൻ അവിടെ കിടന്ന് മയങ്ങിപ്പോയി. എന്റെ ചെവിയിലേക്ക് ചൂള കുത്തുന്ന കാറ്റ്. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ വലിയ മലയിൽ നിന്നും ഒരു വലിയ മലമ്പാമ്പ് ഇങ്ങനെ എഴഞ്ഞു വരിക എൻ്റെ അടുത്തുണ്ട്. എനിക്കിരിക്കണോ, നിൽക്കണോ, ഓടണോ? ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കാനിടയായി. സർവശക്തിയുള്ള ദൈവം എന്നെ ശക്തീകരിച്ചു. അവിടുത്തെ അത്യന്ത ശക്തിയാൽ ദൈവം എന്നെ നിറച്ചു. അന്ന് ഞാൻ ഭയപ്പെടേണ്ടതായിരുന്നു, ചെകുത്താൻ അടിത്താകേണ്ടതായിരുന്നു ഞാന്. മറ്റൊരു സമയം പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുനലൂർ ടൗണിൽ വന്നു. പുനലൂർ ടൗണിൽ അടിപൊളിയില്ല. ആരോടും ചോദിക്കാൻ പറ്റും. വെള്ള ഉടുപ്പ്, കറുത്ത പാൻസ്, ഏതോസം കൈ പിടിച്ചിരിക്കുക. ഞാൻ ചിന്തിച്ച് എന്തോ ചെയ്യും. അന്ന് അലിമുക്കിലാണ് താമസിക്കുന്നത്. പുനലൂരിനടുത്തുള്ള അലിമുക്കിൽ ഞാൻ താമസിക്കുന്നത്. എന്റെ അകത്തളത്തിന്റെ വിശ്വാസം, ദൈവം കാശ് തരും, ദൈവം നന്മ തരും. സ്തോത്രം പറയാൻ തുടങ്ങി. അവിടെ നടക്കാൻ തുടങ്ങി. പേപ്പർ മില്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പത്തനാപുരത്തിന്റെ അടുത്ത്. അവിടെ വന്നപ്പോൾ കാലും കൈയൊക്കെ വിയർത്ത്. രാവിലെ അല്ലേ. മനസ്സിൽ ചിന്ത, സർവശക്തിയുള്ള ദൈവം കാശ് തരും. അവിടുന്ന് മുമ്പോട്ട് നടന്നു. വെട്ടിത്തെട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വീണ്ടും മുമ്പോട്ട് നടന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയം എനിക്ക് പരിചയമില്ലാത്തൊരു ജീപ്പുകാരൻ വന്ന് എൻ്റെ അടുക്കൽ ചവിട്ടി നിർത്തി. എവിടെ പോവാ ഉപദേശം? എവിടെ പോവാ? ഞാൻ പറഞ്ഞു അടിമുക്കിൽ പോവാ. കയറി, വണ്ടി കയറി. അതേ വണ്ടി കയറ്റി നടന്നു കുഴഞ്ഞു വരിക. സ്തോത്രം. ആമേൻ. അടിമുക്കിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കഴിഞ്ഞ ശേഷം പോക്കറ്റിലേക്ക് കൈയിട്ട്, ഇതിരിക്കട്ടെ ഉപദേശിയുടെ കയ്യിൽ. അന്ന് 1.5 രൂപയേ ഉള്ളൂ പുല്ലൊന്ന് അലിമുക്കിൽ വരുവാൻ. 1.5 രൂപയേ ഉള്ളൂ വണ്ടിക്കൂലി. ആ പ്രിയപ്പെട്ടവൻ ചായ കുടിക്കുവാൻ അന്ന് എനിക്ക് കാശ് തന്നു. ഞാൻ അലിമുക്കിലായിരിക്കുമ്പോൾ, ഹൈസ്കൂളിലായിരിക്കുമ്പോൾ ഞങ്ങൾ വിസിറ്റിങ്ങിന് പോകുമ്പോഴേ ഒരു മർത്തോമക്കാരിയ ആനകുത്തി എന്ന് പറഞ്ഞ സ്ഥലം, കോന്നിക്കടുത്ത് ആനകുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിനു എന്ന് പറഞ്ഞ ദൈവദാസനുണ്ട്. ഞങ്ങളുടെ കൂടെ വിസിറ്റിങ്ങിന് പോകുന്നത്. ഈ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാല്
പഴുത്ത് കാലിന്റെ വിരൽ മുതൽ കൊച്ചുവിരൽ വരെ പഴുത്ത് ഷുഗർ വന്ന് പഴുത്ത്. പുല്ലൂർ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ പറഞ്ഞു അത് കട്ട് ചെയ്യണം, മുറിക്കണം. അപ്പൊ ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും ഞങ്ങൾ വാദിച്ച്. മർത്തോമ്മക്കാരി അമ്മയല്ലേ, അമ്മ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിടത്തില്ല. അവസാനം അമ്മ തീരുമാനമുണ്ട്. ഞങ്ങൾ പറഞ്ഞു, അമ്മ ആശുപത്രി കൊണ്ടുവന്ന് വിരളം മൊത്തം മുറിക്കാൻ പോവല്ലേ, യേശു വിടുവിക്കുന്ന ദൈവമാണ്, യേശു ക്രിസ്തു വിടുവിക്കുന്ന ദൈവമാണ്. യേശുവിനോട് ജീവിക്കാൻ തയ്യാറാണോ? അമ്മ സമ്മതിച്ചു. യേശു വിടുവിച്ചാൽ ഞാൻ യേശുവിനോട് ജീവിക്കും. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു, വെളിച്ചെണ്ണ ഇരിപ്പുണ്ടോ? അമ്മ ഉന്തി അടുക്കളയിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കുന്നു. വെളിച്ചെണ്ണ കൊണ്ടുവന്നപ്പോഴേ എന്റെ കൂട്ടിരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു, സഹോദരൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ചിന്ത, ജോലി ചെയ്താൽ കൂലിയാർക്കാ? ജോലി ചെയ്തതല്ലേ കൂലി. അപ്പൊ പ്രതിഫലം ഇദ്ദേഹത്തിന് കിട്ടും. ഞാൻ വെളിച്ചെണ്ണ കുപ്പിഞ്ഞ് പിടിച്ചു മേടിച്ച് എന്റെ കൈവെള്ളയിലേക്ക് എണ്ണ ഒഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും എണ്ണയെ കൈവച്ചു പ്രാർത്ഥിച്ചു. തുണിയോ മറ്റ് പഞ്ഞോ ഒന്നും എടുത്തില്ല. ഈ വലത്തെ കൈ കൊണ്ട് എണ്ണ പൂശി അമ്മയുടെ കാലിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. പുല്ലൂർ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർമാരെ വിരൽ മുറിച്ച് കളയായിരുന്നതാണ്. എണ്ണ പൂശി ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ചെന്നപ്പോൾ ദൈവം അമ്മയെ സൗഖ്യമാക്കി. എന്റെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കാണാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യമാണ്. സ്തോത്രം. ഹൈസ്കൂളിലെ പഠനം കഴിഞ്ഞ ശേഷം വിവാഹം കഴിക്കുമ്പോൾ കർത്താവ് ഭാഗ്യം നൽകി. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഞാന്, എൻ്റെ ഭാര്യ. സ്തോത്രം. എനിക്ക് 2 കുഞ്ഞുങ്ങൾ, മോന്. ഇപ്പൊ മോളെ വിവാഹം കഴിച്ചു. സ്തോത്രം. മരുമകൻ മോക്ക് ഒരു കൊച്ചുമോളെ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കുടുംബം സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഇന്നും കൂടുതൽ ഇഷ്ടം കവലകളിൽ യേശുവിനെ കുറിച്ച് പറയാനാ. ഹൈസ്കൂൾ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്തോത്രം, കവലകളിൽ യേശു ക്രിസ്തു ദൈവം എന്ന് ഞാൻ ശക്തമായി പറയാൻ തുടങ്ങി. സ്തോത്രം. നമ്മുടെ കാസർഗോഡ് മുതൽ പാറശാല വരെ അനേക ഗ്രാമപ്രദേശങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യമാണ്. 2010 കൊട്ടാരക്കരയ്ക്കടുത്ത് കലവര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കൊട്ടാരക്കരയ്ക്കടുത്ത് കലവര. അവിടെ പരിശോധന നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ സുവിശേഷ വിരോധികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ മർദ്ദിച്ചു. എന്റെ കൂടെ നിൽക്കുന്ന ആളെ 2 ചള്ള അടിച്ചു പൊടിച്ചു. മുഖമൊക്കെ നീര്, കണ്ണൊക്കെ കലങ്ങിപ്പോയി. 2010 അതാ മാതൃഭൂമി, മംഗളം, മനോരമ പത്രങ്ങളിലെല്ലാം ആഘോഷമുണ്ടായിരുന്നു. ക്രിസ്തീയ മാസികയിലെല്ലാം ആഘോഷമുണ്ടായിരുന്നു. കലവരത്ത് വെച്ച് സുവിശേഷകരെ അടിച്ചു. ഹല്ലേലൂയ. ഞാൻ അന്ന് ചിന്തിച്ചു, എന്റെ പ്രസംഗമെല്ലാം തീർന്നു. കാര്യം വാ തുറക്കാൻ വയ്യ. വാ തുറന്നാൽ തലവേദന എടുക്കും. സ്തോത്രം. ഇന്ന് അതിന്റെ ചില ബുദ്ധിമുട്ട് എനിക്കുണ്ട്. സ്തോത്രം. സർവശക്തിയുള്ള ദൈവം നടത്തുന്നു. ദൈവം വലിയവനായ ദൈവം. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് എന്നെ ഒത്തിരി അനുഭവത്തിൽ കൂടെ നടത്താറുണ്ട്. എന്റെ അമ്മ മഞ്ഞപ്പിത്തം വന്ന് 3 ഹോസ്പിറ്റൽ തള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തള്ളപ്പെട്ട ആളാണ് എന്റെ അമ്മ. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതിന് ശക്തമായി എൻ്റെ അമ്മയും അപ്പച്ചനും എതിർത്തു. ശക്തമായി എതിർത്തു. അപ്പച്ചൻ ആദ്യം വിശ്വാസത്തിലേക്ക് വന്നു. സ്വന്തം പള്ളി ഭക്തിയെല്ലാം വിട്ട് അപ്പച്ചൻ ആദ്യം വിശ്വാസത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയും ഈ വിശ്വാസത്തിലേക്ക് വന്നു. സഹോദരി വിശ്വാസത്തിൽ വന്നു. ഇളയ സഹോദരൻ വിശ്വാസത്തിൽ വന്നു. സ്വന്തം ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവ നിന്റെ പക്ഷം ചേരാൻ പോവുക. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ആളല്ല. വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാണ്.
ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മ മഞ്ഞപ്പിത്തം വന്ന് 3 ഹോസ്പിറ്റൽ തള്ളി, മെഡിക്കൽ കോളേജില്ല. ഡോക്ടർ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, രക്ഷയൊന്നുമില്ല, കരിപ്പിച്ചിപ്പില്ലാന്ന് പറയുക, കെട്ടിയിട്ടിരിക്കുക, രക്ഷയൊന്നുമില്ല, കൊണ്ടുപോകും ആശുപത്രിയിൽ, നീ രക്ഷയൊന്നുമില്ല, കൊണ്ടുപോകും. അപ്പച്ചൻ പറഞ്ഞു മരിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം, മരണം നോക്കിയിരിക്കുക. ഞാനാണ് വീട്ടിലെ മൂത്ത ആള്. പെങ്ങളുടെ കല്യാണം നടത്തിയില്ല, അനിയന്മാരുടെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അമ്മ മരിച്ചാൽ പിന്നെ പെങ്ങളുടെ കാര്യവും എല്ലാ കാര്യവും വളരെ അവതാളത്തിലാകും. പിന്നെ അപ്പച്ചൻ എത്രത്തോളം ഞങ്ങളെ നോക്കും കാണും, പിന്നെ അത് കണ്ടു കേട്ടറിയാം. വലിയ വേദന, തലയെ കൈവച്ച് കരയാൻ തുടങ്ങി. കർത്താവേ, കാര്യം ഒരു 2 ആഴ്ചക്ക് മുമ്പ് ആശുപത്രി, എൻ്റെ അമ്മ ആശുപത്രിയിൽ പോകുന്ന 2 ആഴ്ചക്ക് മുമ്പ് ഇതുപോലെ മഞ്ഞപ്പിത്തം വന്ന് മെഡിക്കൽ കോളേജിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് അവന്റെ ബോഡിയാ തിരിച്ചെന്റെ നാട്ടിൽ കൊണ്ടുവന്നത്. ഈ സംഭവം എനിക്കറിയാം. കരയാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, എൻ്റെ സ്നേഹിതരെ. അവരെല്ലാം വിവരമറിഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. ജെറോമേ, ദൈവം ദോഷം ചെയ്യില്ല, ദൈവം ദോഷം ചെയ്യില്ല, യേശു അപ്പച്ചൻ ദോഷം ചെയ്യുന്ന ആളല്ല. അവർ ധൈര്യപ്പെടും. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് ലോകമറിയപ്പെടുന്ന എബി അബ്രഹാം സാർ പത്തനാപുരം, അദ്ദേഹം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുത്ത സ്നേഹിതനാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലാണ്, സാറെ മെഡിക്കൽ കോളേജിലോട്ട് വരണം. അദ്ദേഹം വന്നു. ഞാൻ എൻ്റെ സ്നേഹിതനെ കൂട്ടുകൂടി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബോധം നഷ്ടപ്പെട്ട് പിച്ചും ഭ്രാന്തും എൻ്റെ അമ്മ പറയുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പല സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മ അലറാൻ തുടങ്ങി. റൂമിൽ കിടന്ന് അലറാൻ തുടങ്ങി. അമ്മയല്ലേ, മാറോട് ചേർത്ത് വിളിച്ച് ഞാൻ വാവിട്ട് കരഞ്ഞു. ദൈവമേ, കൈവിടല്ലേ കർത്താവേ, ദൈവമേ, നീ ആയുസ് തരണം. മാറോട് ചേർത്ത് വിളിച്ച് കരഞ്ഞു. മക്കൾ പല സ്ഥലത്ത് കൂട്ടായി പ്രാർത്ഥിച്ചു. എന്റെ നാട്ടിൽപ്പെട്ടവർ ബോഡി കൊണ്ടുവരുന്ന നോക്കിയിരുന്നതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി വെച്ച് ദൈവം അമ്മയെ സൗഖ്യമാക്കി. വൈദ്യശാസ്ത്രം രക്ഷയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം, സർവശക്തിയുള്ള ദൈവം എൻ്റെ മാതാവിനെ സൗഖ്യമാക്കി. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഓട്ടോ പിടിച്ച് കേശവരാമപുരത്ത് വന്ന് അവിടുന്ന് ബസ്സിലാണ് കൊട്ടാരക്കര വന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിളിച്ചു. കാര്യം അവിടെ നിന്ന് വണ്ടി വിളിച്ച് വരാൻ സാമ്പത്തികമില്ല. വീണ്ടും ദീർഘനാൾ അമ്മ ജീവിച്ചിരുന്നു. സ്തോത്രം. ഒരു ഉപദേശം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്ക. അമ്മ അടുക്കളയിലോട്ട് ഒന്ന് ഭക്ഷണം വിളമ്പി. അടുക്കളയിലോട്ട് ഭക്ഷണം വിളമ്പി ഇങ്ങനെ കോരിക്കൊണ്ട് വരിക. കോരിക്കൊണ്ടൊന്ന് ഉപദേശയുടെ മുഖത്ത് നോക്കി. അപ്പൊ അമ്മ പറയുക, ഉപദേശമാർ തിന്നാൻ നടക്കുക, ഭക്ഷണം ഉപദേശിക്ക് കൊടുത്തില്ല. അടുക്കളയിൽ കൊണ്ടുവച്ചു. കുറച്ചു നേരം ഉപദേശി നോക്കിയിരുന്നു. ഭക്ഷണം കിട്ടാതിരുന്നപ്പോൾ ആ ഉപദേശി എൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ വരെ കരഞ്ഞുകൊണ്ട് പോയി. ദൈവം മറന്നു കളഞ്ഞില്ല കേട്ടോ. സ്വർഗത്തിലെ ദൈവം മറന്നു കളഞ്ഞില്ല. തന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. ഭക്ഷണം കൊടുക്കാതെ ആരെയാണോ പറഞ്ഞു വിട്ട അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ എൻ്റെ അമ്മ സ്നാനപ്പെട്ടത്. ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സർവശക്തന്റെ സമയമായപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹം കഴിച്ചു. സ്തോത്രം. സുവിശേഷകരുള്ള ബന്ധത്തിൽ ഞങ്ങൾ പല സ്ഥലത്ത് വാടകയ്ക്ക്, ആദ്യം പത്തനാപുരത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. പത്തനാപുരത്ത് വാടകയ്ക്ക് താമസിക്കുമ്പോൾ പുല്ലൂർ തൂക്കുവാലത്തിന് കിഴക്കുവശം കക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അന്ന് മോളുണ്ട്, മോനില്ല. ഞങ്ങളിവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ആ പ്രാർത്ഥന വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാര്യം വീട്ടിൽ ചെന്ന് ഇവിടെ ഒരാളിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സുഖമില്ലാത്ത ഒരാളിരിക്കുന്നു. ഞാൻ സുഖമില്ലാത്ത ആളിനെ കാണാൻ ചെന്നപ്പോൾ കയ്യൊക്കെ ഇങ്ങനെ കുരുടിച്ചു പോയി, കയ്യൊക്കെ ഇങ്ങനെ മുരടിയായി പോയി, മുഖം ഓടിപ്പോയി. ഒരു പെൺകുട്ടിയാണ്, സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്. അവൾ ജോലിക്ക് പോയതാണ്, പേടിച്ചതാണ്. പിന്നെ അവൾ പറയുന്നത് വേറെ ഭാഷയാണ് സംസാരിക്കുന്നത്, മലയാളം അവൾ പറയുന്നില്ല.
സ്തോത്രം. 3 ദിവസം പ്രാർത്ഥനയാണ്. 3-ാമത്തെ ദിവസം ആ കുഞ്ഞിനെ പ്രാർത്ഥനക്കളത്തിലേക്ക് പിടിച്ചുകൊണ്ടിരുത്തി. 3-ാമത്തെ ദിവസം എപ്പോഴും പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞ് സഭക്കാർ വന്നു. ദേശത്ത് നിന്ന് ഒത്തിരി ആൾക്കാർ വന്നു. റൂം നിറച്ചിരിക്കുക. ഞാൻ ദൈവത്തിനും സംസാരിക്കുക. ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അന്നത്തെ വിഷയം ഇതാണ്, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ ആത്മശക്തി ആവരിച്ചു. പിടിച്ചു നിർത്താൻ കഴിയാത്ത വലിയ പകർച്ച. ആ പകർച്ച നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ചോദിക്കുക. പെൺകുട്ടിയോട് ചോദിച്ചു, വിടുവിച്ചാൽ നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി. വിടുവിച്ചാൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഇത്രയും കേട്ടപ്പോൾ വലിയ സന്തോഷമായി. 2-ാം പ്രാവശ്യം ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ശക്തിയോട് പറയുക. വീണ്ടും ആരാധന വെളിപ്പെട്ടു. ഞാൻ അതിനിടയിൽ കൂടെ നടന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ആ പെൺകുട്ടിയുടെ സ്വഭാവം മാറി. അവൾ പറയാ, ഞാൻ ആരാന്നറിയാമോ? ഞാൻ പറഞ്ഞ, നീ ആരാന്ന് എനിക്കറിയത്തില്ല. അടുത്ത വാക്ക്, ക്രിസ്ത്യാനിയിടയിൽ മറിയം, ഹിന്ദുക്കളുടെയിൽ ഞാൻ ഭദ്രകാളി. കേട്ടോ, ക്രിസ്ത്യാനിയിടയിൽ ഞാൻ മറിയം, ഹിന്ദുക്കളിൽ ഞാൻ ഭദ്രകാളി. എനിക്ക് കാര്യം മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, അന്ന് പകൽ ആ പെൺകുട്ടിയെ സ്വർഗം ഇറങ്ങി പിടിപ്പിച്ചു, ദൈവം ഇറങ്ങി പിടിപ്പിച്ചു. കണ്ണാൽ കണ്ടതാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഭാര്യ സുഖമില്ലാതെ ചിക്കുൻകുനിയ ബാധിക്കപ്പെട്ട് കൈയൊക്കെ ഇങ്ങനെ മുരടിച്ചു പോയി. എഴുന്നേക്കാൻ വയ്യ. ആദ്യം ഒന്ന് കിടുങ്ങി, 2-ാം പ്രാവശ്യം ഇങ്ങനെ കിടുങ്ങി. കുഞ്ഞുങ്ങൾ 2 പേരും കൊച്ചു കുഞ്ഞുങ്ങളാ. ഞാൻ ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കരയാത്ത ഒരു മരണ വീട്ടിൽ കരയുന്നത് പോലെ കരയാത്ത എന്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു പാസ്റ്ററിന്റെ കൂടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇരിക്കണ്ട, പകത്ത് റൂമിൽ കിടക്കുക. അടുത്ത ഇങ്ങനെ ഒന്ന് കിടുങ്ങി വിറയ്ക്കുക. ഞാൻ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ദൈവദാസൻ എന്റെ പ്രിയപ്പെട്ടവരുടെ തലയെ കൈവച്ചു. പ്രാർത്ഥിച്ചു ശാസിച്ചു. യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ശാസിച്ചു. ആ ക്ഷണത്തിൽ വെള്ളം ഒഴുകി പോകുന്നത് പോലെ രോഗബന്ധനം ദൈവം അടിച്ചു മാറ്റി. സ്തോത്രം. എന്റെ കണ്ണു മുമ്പിൽ ഞാൻ കണ്ടതാ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഞങ്ങളിങ്ങനെ പരസ്യയോഗം നടത്തി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലോട്ട് വരണേ. പരസ്യം നടത്തി ഞങ്ങളെല്ലാം കൂടെ വീട്ടിൽ ചെന്നപ്പോൾ വെള്ളം തന്ന്, കുടിക്കാൻ തന്ന്, കഴിക്കാൻ തന്ന് എല്ലാം കഴിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ പറയുക, ഇവിടെ മോള് വെളിയിലാണ്, തലമുറയില്ല. സ്തോത്രം. തലമുറയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ പറഞ്ഞു, ഞാൻ തലമുറ കൊടുക്കാൻ പോവാ. സ്തോത്രം. ഞാൻ തലമുറ കൊടുക്കാൻ പോവാ. ദൈവം എന്നോട് പറഞ്ഞു, തലമുറ കൊടുക്കാൻ പോവാ. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. സ്തോത്രം. ദൈവം അവർക്ക് തലമുറ കൊടുത്തു. ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഞാൻ വാങ്ങഴിച്ചു. എനിക്ക് ശ്രീധരൻ തന്നു. മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ടവർ, കുറച്ച് പരസ്യവും നടത്തി, കുറച്ച് കൺവെൻഷൻ നടത്തി, കുറച്ചെടുത്ത് ആലയം വെക്കാൻ വേണ്ടി കൊടുത്തു, കുറച്ച് ഞങ്ങളെടുത്ത് പണം തീർന്നു. മോക്ക് 18 വയസ്സായപ്പോൾ വിവാഹം കഴിച്ചു വിടുവാൻ ഒരു പൈസ പോലും ഇല്ല. എന്റെ സ്നേഹിതൻ എന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങോട്ട് മോളെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. ഞാൻ പറഞ്ഞാട്ടെ. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ചിന്ത, പെണ്ണും ചെറുക്കിന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അടുത്ത നടപടിയിലേക്ക് നീങ്ങുകയല്ലേ, ഒരു പൈസ ഇല്ലല്ലോ. സ്തോത്രം. ഇതുവരെ സമ്പാദിച്ചിട്ടില്ല. ഇതുവരെ ഒരു പൈസ പോലും ഞാൻ സമ്പാദിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയതെല്ലാം തമ്പുരാന്റെ വേലയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുക, അത് ഒരു പൈസ സമ്പാദിച്ചിട്ടില്ല.
കൂട്ടുകാരൊക്കെ കളിയാക്കി, മോള് പ്രായമായല്ലോ, കല്യാണ പ്രായമായല്ലോ, എങ്ങനെ കാര്യങ്ങൾ നടത്തും? ഞാനറിയാത്ത ദൈവദാസന്മാരിൽ കൂടെ ദൈവം ഇടപെട്ടു. നിന്റെ മോടെ കല്യാണം ഒരു അത്ഭുതമായിരിക്കും. അത് നിമിത്തം നിന്റെ നിന്നതയെ ഉരുട്ടി മാറ്റും. സ്തോത്രം, സ്തോത്രം. അപ്പോ ഈ ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വലിച്ചു. കാര്യം പെണ്ണും ചെറുക്കനും വന്ന് ഇഷ്ടപ്പെട്ട് കാര്യം ഞാൻ അടുത്ത കല്യാണക്കാര്യങ്ങൾ നീങ്ങുന്നല്ലേ, സാമ്പത്തികമില്ല. ഇത് ചിന്തിച്ച് വണ്ടി ഓടിച്ചോണ്ട് പോയാൽ എന്റെ കൈകാലുകൾ വരയ്ക്കാൻ തുടങ്ങി. വീട്ടിൽ വന്ന് ഞാൻ ഒരു പരുവത്തി വണ്ടി ഓടിച്ചു വീട്ടിൽ വന്നു. എന്റെ സ്നേഹിതൻ ബാംഗ്ലൂരിലുള്ള ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. പാസ്റ്ററെ, മനസ്സിന് ധൈര്യം കൊടുത്തോണം, ഇന്നലെ ദൈവം ഇടപെട്ടു, നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യം കിട്ടുപോകുന്നു, ധൈര്യപ്പെട്ടോണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ കോവിഡിന് മുമ്പായിരുന്നു എൻ്റെ മോടെ കല്യാണം. ഏകദേശം 1500ഓളം പേര് എൻ്റെ മോടെ കല്യാണത്തിനുണ്ടായിരുന്നു. ഒരു കട പോലും വന്നില്ല. ഞാൻ അറിയാത്ത പലരും എൻ്റെ കയ്യിൽ കാശ് കൊണ്ടുവച്ചപ്പോൾ ഞാൻ അന്തം വിട്ടു. ഡൽഹിയിൽ നിന്ന് ഒരു ദിവസം വന്നു. ഡൽഹിയിൽ നിന്ന് എൻ്റെ മോടെ കല്യാണ കാര്യങ്ങൾ അറിഞ്ഞിട്ട് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഡൽഹിയിൽ നിന്നൊരു പാസ് വന്നു. പാസ് വന്നിട്ട് പറഞ്ഞു, ജെറോം പാസ്റ്റേ, മോടെ കല്യാണം ഞാൻ കേട്ടു, എന്തൊക്കെയായി? ഞാൻ പറഞ്ഞു, വിറവ് വെട്ടി അടുക്കി വെച്ചിരുന്ന കണ്ടോ? അപ്പൊ അദ്ദേഹത്തിന് അത്രയും വിശ്വാസമില്ല. കല്യാണക്കുറി എല്ലാം അടിച്ച് ഞാൻ വിട്ടു വെച്ചിരുക. ഞാൻ ആ കല്യാണക്കുറി എടുത്ത് മൊത്തം അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. അദ്ദേഹം ഓർമ്മ എടുത്ത് വായിച്ചു. അദ്ദേഹം പൊട്ടിക്കുന്നത്. അദ്ദേഹം വായിച്ച് അദ്ദേഹം കല്യാണക്കുറി പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയുടെ അപ്പച്ചനും അമ്മയും എൻ്റെ വീട്ടിലുണ്ട്. എനിക്കൊരാവശ്യം വന്നാൽ എന്നെ സഹായിക്കുവാൻ ചേട്ടന്മാരില്ല, അനിയന്മാരുണ്ട്, നിവർത്തിയില്ല. എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് എന്നെ സഹായിക്കാൻ യാതൊരു നിവർത്തിയില്ല. സ്തോത്രം. അതേ എന്നെ വെളിയിലോട്ട് വിളിച്ചോണ്ട് പോയി. മോടെ കല്യാണത്തിന് വേണ്ടി ഒരു കെട്ട് നോട്ടെടുത്ത് എൻ്റെ കയ്യിലോട്ട് എടുത്ത് വെച്ചതാണ്. ഈ പൈസ കണ്ടപ്പോ ഞാൻ വിട്ട് കരഞ്ഞുപോയി. കാര്യം എനിക്ക് കിട്ടിയ സ്ത്രീധനം ഞാൻ സ്ഥലം മേടിച്ചിട്ടായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് 3000 രൂപ ഉള്ള വസ്തു വില, അങ്ങറ്റം പോയി 5000 രൂപ ഉള്ളു ഞങ്ങളുടെ നാട്ടിൽ വില, വസ്തുവിന് വില. സ്തോത്രം. അന്ന് സുവിശേഷ വരയ്ക്ക് വേണ്ടി ഞാൻ ചെലവിട്ടതാ, പരിശോധന നടത്താൻ വേണ്ടി ചെലവിട്ടതാ, കൺവെൻഷൻ നടത്താൻ വേണ്ടി ചെലവിട്ടതാ, ചർച്ച പണിയാൻ വേണ്ടി പൈസ കൊടുത്തതാ. ഒരു കെട്ട് നോട്ടിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിട്ട് കരഞ്ഞുപോയി. ദൈവത്തിന്റെ പ്രവൃത്തി. ഈ പകൽ ഓർപ്പിക്കുന്ന സ്വർഗമാർക്ക് കടക്കാരനല്ല, ദൈവമാർക്ക് കടക്കാരനല്ല. എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞ ശേഷം കോവിഡായി. 2ാമത്തെ ആഴ്ച കോവിഡായി. സ്തോത്രം. പിന്നെ ഒരു കല്യാണം, വലിയ കല്യാണമൊന്നും നടന്നില്ല. സ്തോത്രം. മോന് ഡിഗ്രിക്ക് പഠിച്ചു. സ്തോത്രം. ഇപ്പൊ എറണാകുളത്ത് അവൻ കമ്പനിയിൽ പ്രാക്ടിക്കൽ ചെയ്യുന്നു. അവരെയൊക്കെ അത്രത്തോളം പഠിപ്പിക്കുവാൻ കഴിവല്ല, ദൈവം ചെയ്തതാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കൃപ ചെയ്തു. ഏറ്റവും കൂടുതൽ ഇഷ്ടം കവലകളിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയാനാണ്. മരണം വരെ, ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ക്രിസ്തുവിനെ കുറിച്ച് പറയാനാണ് ഹൃദയത്തിൽ ആഗ്രഹം. അത് വിശ്വസ്തയോട് ഉടയവന്റെ വേല തികച്ചെടുക്കണമെന്ന ഹൃദയത്തിലെ ആഗ്രഹം. സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുക. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം ഓരോ ദിവസവും വലിയ അത്ഭുതങ്ങൾ കൂടെ ദൈവം നടത്താൻ തയ്യാറായി. വാക്കുകൾ ഇനി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് പകൽ ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ അവസരമൊരുക്കുക. സ്തോത്രം. ഈ ചാനലിലെ അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, അഡ്മിൻ, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, മാത്രമല്ല ഈ സാക്ഷി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിന് വന്ദനം ചൊല്ലുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, ജീവിതത്തിന്റെ അനുഭവം, ദൈവം നടത്തിയ അനുഭവങ്ങൾ പറയുവാൻ ദൈവം അവസരം നൽകിയല്ലോ. അതിന് ഈ ചാനലിലെ
അത് കടപ്പെട്ട ആൾക്കാരെ ദൈവം ചെയ്യുന്നു. ഈ സാക്ഷ്യം ഒരു സാക്ഷ്യം അടുത്തൊരു സാക്ഷ്യം ഉളവാക്കുന്നത് പോലെ ചിലരുടെ ജീവിതത്തിലും മാനസാന്തരവും ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ തിരുമേനി സാക്ഷ്യം പറയുവാനായി ശക്തീകരിച്ചല്ലോ. ഇപ്പോൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ സാഷ്ടാംഗവുമാണെന്നതപ്പാ തിരുവേരി മഹത്വം വിളിക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഓക്കെ പാസ്റ്റേ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ആ പ്രദേശങ്ങളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ.